Dear students, welcome. Now we are going to discuss about the sixth chapter of Social Science first, that is Struggle and Freedom. സമരവും സ്വാതന്ത്ര്യവും. നമുക്കറിയാം, നീണ്ട കാലത്തെ വൈദേശികാധിപത്യത്തിന് ശേഷം നിരവധി വർഷങ്ങളിലെ വിദേശ ഭരണത്തിന് ശേഷം ഇന്ത്യ, നമ്മുടെ രാജ്യം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടുന്നു. ഏതൊക്കെ വിദേശ രാജ്യങ്ങളാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നത് എന്നും അവർ എങ്ങനെയാണ് അവരുടെ ആധിപത്യം ഇവിടെ സ്ഥാപിച്ചതെന്നും എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. വിവിധ മാർഗങ്ങളിലൂടെ, സൈനിക നടപടികളിലൂടെ, നയതന്ത്ര സമീപനങ്ങളിലൂടെ ഒക്കെ തന്നെ വിവിധ വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ആധിപത്യം ചെലുത്താൻ ശ്രമിക്കുകയും ആ സമരത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ 2 നൂറ്റാണ്ടുകാലം കിടന്ന ഇന്ത്യൻ ജനത നിരന്തരമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും ഒക്കെ ഫലമായി 1947 ആഗസ്റ്റ് 15 ഒരു സ്വതന്ത്ര രാജ്യമായി മാറി. We have already discussed about the early struggles in India's freedom movement. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന അസംഘടിതരായ ജനങ്ങൾ നടത്തിയ സമരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിന് ശേഷം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന സമരം, ദേശീയ സ്വാതന്ത്ര്യ സമരം, ആ സമരത്തെ നമുക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടി കഴിയും. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ തുടർന്നുള്ള കാലഘട്ടമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് 1885 ബോംബെയിൽ വെച്ചാണെന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ 1ാമത്തെ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1905 പ്രത്യേകതയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബംഗാൾ വിഭജനവും അതിനെ തുടർന്ന് വന്ന സ്വദേശി പ്രക്ഷോഭവും. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബഹുജന പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് 1905 ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സമരമാണ്, സ്വദേശി പ്രസ്ഥാനമാണ്. 2ാം ഘട്ടം എന്ന് പറയുന്നത് 1905 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തെയാണ്. 1905 മുതൽ 1918 വരെയുള്ള കാലഘട്ടം. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1919 മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1947 വരെയുള്ള കാലഘട്ടത്തെയാണ്. ഇതിൽ 1918 അല്ലെങ്കിൽ 19 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലഘട്ടം ഗാന്ധിയൻ യുഗം, ഗാന്ധിയൻ കാലഘട്ടം എന്ന പേരിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സമര ചരിത്രത്തിലേക്ക്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു വരികയും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കാലഘട്ടം. ഗാന്ധിജിയുടെ വാക്കുകൾ അന്തിമമായ വാക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുതുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ചാണ് ഇവിടെ ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഗാന്ധിജിയെ കുറിച്ച് നമുക്കെല്ലാം വളരെ വ്യക്തമായ ഒരു ധാരണയുണ്ട്. ഇന്ത്യയിൽ സമരരംഗത്ത് ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി തന്റെ ആദ്യകാലങ്ങൾ ചെലവഴിച്ചത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ തന്റെ ജോലിയുടെ ഭാഗമായി, ഒരു വക്കീൽ ആയിരുന്ന ഗാന്ധിജി തന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ യൂറോപ്യന്മാരല്ലാത്ത അവിടുത്തെ ജനവിഭാഗം അനുഭവിക്കുന്ന പീഡനങ്ങൾ, വർണ്ണ വിവേചനം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതെന്താണെന്ന് ഗാന്ധിജി നല്ലതുപോലെ മനസ്സിലാക്കുകയും അവിടുത്തെ ഇന്ത്യക്കാരായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയും യൂറോപ്യന്മാരല്ലാത്ത മറ്റ് ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും നിരവധി സമരങ്ങൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമര ആയുധം എന്ന് പറയുന്നത് സത്യാഗ്രഹം എന്ന് പറയുന്ന സമരായുധമായിരുന്നു.
ഗാന്ധിജി ആദ്യമായി തൻ്റെ ഈ സമരായുധം പ്രയോഗിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ നിരവധി സമരങ്ങളിലൂടെയാണ് ഗാന്ധിജി ലോകപ്രശസ്തനായി മാറുന്നത്. തൻ്റെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന, ചൂഷണം അനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തുകയും ചെയ്തു. ഈ സമരങ്ങളുടെയൊക്കെ അന്തിമ ഫലമായിട്ടാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. Early struggles of Mahatma Gandhi. Let us discuss about the early struggles that Gandhiji undertook or involved after returning to India from South Africa. The struggle of indigo farmers in Champaran, Ahmedabad cotton mill strike and peasant struggle in Khetha were the three important struggles that Gandhiji was involved after returning to India from South Africa. In 1917, the indigo farmers in Champaran started a struggle against the Britishers. In Champaran, Gandhiji resorted to disobedience of the British rules and satyagraha, and his involvement compelled the authorities to pass laws in favor of the indigo farmers. As a result of the satyagraha of Gandhiji, the Britishers compelled to pass the laws in favor of the indigo farmers. After his struggle in Champaran, Gandhiji worked for the progress of Champaran region by establishing primary schools, initiating medical aids, and involving in cleaning activities. Besides this, the second struggle Gandhiji started in Gujarat. It was in the year 1918. The Ahmedabad cotton mill strike that started by the workers or the cotton mill workers of Ahmedabad when they were denied plague bonus. Gandhiji got involved in this struggle and adopted the same method of protest that he used in Champaran. Following his satyagraha, the authorities agreed to hike the wages of the employees and the strike came to an end. As in the case of these two struggles, the Gandhiji started his third struggle. Due to drought and crop failure, farmers in Khetha were living in utter misery. The rulers decided to collect a tax from these poor villagers. Starting Satyagraha in 1918, Gandhiji protested against the decision of the Britishers. He advised the people not to pay tax. Consequently, the authorities were forced to reduce tax rates. His early struggles based on Satyagraha and Ahimsa made Gandhiji a popular leader. ഈ മൂന്ന് സമരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം ചമ്പാരനിലെ സമരമാണെന്ന് പറഞ്ഞു. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു പ്രദേശമാണ്, ഒരു കാർഷിക മേഖലയാണ്. അവിടുത്തെ കർഷകർ നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിക്കപ്പെട്ടു. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഈ ഭക്ഷ്യവിളകളുടെ സ്ഥാനത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യുക എന്നുള്ളത്. ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇന്ത്യയിൽ കൃഷിയെ പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിച്ചത്. നമുക്കറിയാം, ബ്രിട്ടനിൽ ഒരുപാട് തുണി വ്യവസായശാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തുണി വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ തുണികൾക്ക് നിറം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നീലം, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ്, കൃഷിയാണ് നീലം കൃഷി എന്ന് പറയുന്നത്. ഈ നീലം കൃഷി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ആ റോ മെറ്റീരിയൽ ലഭിക്കുന്നതിന് വേണ്ടി അവർ ഇന്ത്യയിലെ കർഷകരെ നിർബന്ധിച്ചു. അപ്പോൾ അതിനുവേണ്ടി പല രീതികളും അവർ സ്വീകരിച്ചു. പ്രധാനമായിട്ടും ഇന്ത്യയിലെ കർഷകർക്ക് മുൻകൂട്ടി കുറെ പണം നൽകുക, അഡ്വാൻസ് നൽകുക. അപ്പോൾ പലവിധ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഉണ്ടായിരുന്ന കർഷകർ ആ പണം വാങ്ങുകയും ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ തന്നെ നീലം കൃഷി ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്മുടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഇന്ത്യയിലെ പലയിടത്തും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുകളൊക്കെ തന്നെ നീലം കൃഷിക്ക് വേണ്ടി നീക്കിവെച്ചു. അങ്ങനെ അവർ നീലം കൃഷി നടത്തുകയും, എന്നാൽ ഈ നീലം കൃഷി വിളവെടുക്കുന്ന സമയത്ത് വേണ്ടത്ര ലാഭം അല്ലെങ്കിൽ വേണ്ടത്ര വിളവിന്
പ്രതിഫലം അവർക്ക് ലഭിക്കാത്തൊരവസ്ഥ വന്നു. പ്രധാനമായിട്ടും ചില ബ്രിട്ടീഷ് ഏജന്റുമാരാണ് ഈ നീലം കൃഷി വിളവെടുക്കുമ്പോൾ ഇവരിൽ നിന്നും ഇത് വാങ്ങുന്നതിന് വേണ്ടി വന്നത്. അവർ വളരെ ചെറിയ വിലയാണ് ഇതിന് നൽകുവാൻ തീരുമാനിച്ചത്. ഇത് കർഷകർക്ക് ഈ കൃഷി നഷ്ടത്തിലാകുന്നതിന് കാരണമായി തീർന്നു. ഇതിനോടൊപ്പം തന്നെ ഇക്കാലത്ത് ചില രാസവസ്തുക്കൾ, തുണികൾക്ക് നിറം കൊടുക്കുന്നതിന് ചില രാസവസ്തുക്കൾ കണ്ടുപിടിച്ചത് നീലത്തിന്റെ ഡിമാൻഡ് കുറയുന്നതിനും കാരണമായി തീർന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ നീലം കൃഷിക്കാർ സാമ്പത്തികമായി വലിയ തകർച്ചയെ നേരിടുകയുണ്ടായി. ഇങ്ങനെ സാമ്പത്തികമായി തകർച്ചയെ നേരിട്ട ഈ നീലം കൃഷിക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങൾ അവർ നടത്തിയപ്പോൾ ആ സമരങ്ങളെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഗാന്ധിജി അവിടെ എത്തുകയും ആ നീലം കൃഷിക്കാർക്ക് വേണ്ടി സമരരംഗത്തിറങ്ങുകയും ചെയ്തു. ഈ സമരമാണ്, ചമ്പാരനിലെ നീലം കൃഷിക്കാർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് പറയുന്നത്. ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സമരം അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ നടത്തിയ സമരമാണ്. 1918 ആ സമരം നടക്കുന്നത്. നമുക്കറിയാം, ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മഹാമാരി പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ കോവിഡ് പടർന്നു പിടിച്ചതുപോലെ തന്നെ ഒരു പ്ലേഗ് എന്ന് പറയുന്ന ഒരു മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ആ പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് സമ്പദ്ഘടന മുഴുവൻ തകർന്നു. അഹമ്മദാബാദിലെ വ്യവസായങ്ങളൊക്കെ തന്നെ അടച്ചുപൂട്ടുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ വ്യവസായശാലകൾ അടച്ചുപൂട്ടിയപ്പോൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ ആ മേഖലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ആ വ്യവസായ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറായി. ആ ഘട്ടത്തില് ഈ മുതലാളിമാരും വ്യവസായികളും അതുപോലെ ഗവൺമെന്റും ഇവർക്ക്, ഈ തൊഴിലാളികൾക്ക് ഒരു ബോണസ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. പ്ലേഗ് ബോണസ് എന്ന പേരിൽ ഒരു ബോണസ് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചു, അവരെ അവിടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി. അങ്ങനെ അവരെ പിടിച്ചു നിർത്തുകയും ആ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ലോകത്ത് നടക്കുന്നുണ്ട്. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണത്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ഫലമായി രാജ്യത്തുണ്ടായ സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒരു പരിധിവരെ ആ തൊഴിലാളികൾക്ക് കഴിഞ്ഞത് ഈ പ്ലേഗ് ബോണസ് എന്ന നിലയിൽ അവർക്ക് കൂട്ടിക്കിട്ടിയ ഈ ശമ്പളമായിരുന്നു, കൂലിയായിരുന്നു. എന്നാൽ പ്ലേഗൊക്കെ കെട്ടടങ്ങിയ ഒരു കാലം വന്നപ്പോൾ ഈ ഉയർത്തിയ വേതനം പിൻവലിക്കുന്നതിന് വേണ്ടി വ്യവസായികൾ, മുതലാളിമാർ തീരുമാനിക്കുന്നു. ഇതിനെതിരായിട്ട് തൊഴിലാളികൾ രംഗത്ത് വന്നു. തങ്ങൾക്ക് ഉയർത്തി കിട്ടിയ വേതനം നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തുന്നതിന് വേണ്ടി തൊഴിലാളികൾ രംഗത്ത് വന്നു. അന്ന് ഗാന്ധിജി അവരോടൊപ്പം കൂടുകയും അഹമ്മദാബാദിലെ ആ തൊഴിലാളികൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ സേവന വേതന അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമരത്തിലും ഗാന്ധിജി പങ്കെടുക്കുകയുണ്ടായി. ഇതാണ് ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത്. 1918 ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്ന പ്രദേശത്താണ് ഈ സമരം നടക്കുന്നത്. ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന പ്രദേശം. അവിടുത്തെ കർഷകർ നടത്തിയ ഒരു സമരമുണ്ട്. രാജ്യത്തുണ്ടായ വലിയ ഒരു വരൾച്ചയുടെ ഫലമായിട്ട് വിളവ് നശിച്ച ഒരവസ്ഥ വന്നപ്പോൾ, വേണ്ടത്ര നികുതി അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവരെ ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന അവരുടെ ആവശ്യം, പ്രധാനമായിട്ടും നികുതി ഇനിയും ചുമത്തരുത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉയർന്ന നികുതി കൊടുക്കാൻ അവരെ നിർബന്ധിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ ഖേദയിലെ കർഷകർ സമരരംഗത്തിറങ്ങിയപ്പോൾ ഗാന്ധിജിയും അവരോടൊപ്പം കൂടുകയും സമരരംഗത്തിറങ്ങുകയും ആ കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്തു. ഖേദയിലെ കർഷകർ 1918 നടത്തിയ കർഷക സമരം, അതാണ് ഗാന്ധിജി ഏറ്റെടുത്ത് നടത്തിയ മൂന്നാമത്തെ സമരം. ഇങ്ങനെ ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങൾ 3 എണ്ണമായിരുന്നു. We have learned about the early struggles that Gandhiji took up in India. Next, we are going to discuss about the results of the early struggles that Gandhiji took up in India. The results of the early struggles. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ സമരങ്ങളുടെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളത്. The first one, the struggles he took up popularized his ideologies and method of protest. Gandhiji's method of protest and his ideologies that popularized as a result of these struggles. Till his entry into political scenario, national movement was confined to the educated section of the society. His methods of protest attracted the laymen to the movement.
The methods of protest of Gandhiji attracted the common man to the nationalist movement. The city-centric national movement spread to rural areas. As a result of the different type of the struggle of Gandhiji, the city-centric national movement that spread all over India, especially the rural areas. Gandhiji became a national leader acceptable to all strata of the society. All sections of the society accepted the leadership of Gandhiji. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗാന്ധിജിയുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചാണ്. 1919 ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. 1919 ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ ഒരു നിയമമുണ്ട്, റൗലറ്റ് ആക്ട് എന്ന പേരിൽ. റൗലറ്റ് ആക്ട് 1919. ആ നിയമം ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. വാസ്തവത്തിൽ ഇതിന് പിന്നിലെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമരങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതായിരുന്നു. ഈ നിയമം അനുസരിച്ച് ഏതൊരാളെ വേണമെങ്കിലും വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. നമുക്കറിയാം, ഒരാളെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും അയാളുടെ പേരിലുള്ള കുറ്റം എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്ത കുറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരാളെ സാധാരണ ജയിലിൽ അടയ്ക്കുക. എന്നാൽ ഈ നിയമം അനുസരിച്ച് 1919 റൗലറ്റ് ആക്ട് അനുസരിച്ച് ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കുവാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആ നിയമത്തിനാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. റൗലറ്റ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ ആക്ട് തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഇതിന് റൗലറ്റ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത്. റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള സമരത്തിന് പഞ്ചാബിൽ നേതൃത്വം കൊടുത്ത 2 പേരുണ്ടായിരുന്നു, സൈഫുദ്ദീൻ കിച്ലി ആൻഡ് സത്യപാൽ. ഇങ്ങനെ 2 നേതാക്കന്മാർ പഞ്ചാബിൽ റൗലറ്റ് ആക്ടിനെതിരായ സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇവര് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി 1919 ഏപ്രിൽ മാസം 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിന് എന്ന് പറയുന്ന പ്രദേശത്ത്, അമൃത്സറിനടുത്ത് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംഘം ആളുകൾ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള മൈതാനമായിരുന്നു. 3 ഭാഗവും ചുമരുകളാൽ ചുറ്റപ്പെട്ട ഒരൊറ്റ വഴി മാത്രം ഉണ്ടായിരുന്ന ഒരു മൈതാനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി ഈ പ്രതിഷേധ സമരം നടത്തുകയാണ്. ഈ അവസരത്തില് ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ ആ സമ്മേളന വേദിയിലേക്ക് കടന്നു വരികയും അവിടെ പ്രതിഷേധിച്ചിരുന്ന ജനങ്ങൾക്ക് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അതിക്രൂരമായ വെടിവെപ്പ് നടത്തുകയും ചെയ്തു. ആ വെടിവെപ്പിൽ കേവലം 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവെപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. 379 പേർ മരിച്ചു വീണു എന്നാണ് ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നത്. പക്ഷെ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു വീണത്, ആർക്കും ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയില്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ഒരു സംഭവമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ജാലിയൻ വാലാബാഗ് മസാക്കർ വിശേഷിപ്പിക്കപ്പെടുന്നത്. The massacre at Jallianwala Bagh intensified the protests at the national level. Gandhiji said, if the Battle of Plassey laid the foundation for the British rule, Jallianwala Bagh shook the foundation. ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ആ അടിത്തറയെ പിടിച്ചുലച്ച സംഭവമായിരുന്നു, ആ അടിത്തറയെ ഇളക്കിയ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പിന്നീട് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഒരുപാട് ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളകളിലേക്ക് എടുത്തു ചാടുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ ഗാന്ധിജിയും ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള പോരാട്ടം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ സമരത്തിന് ആഹ്വാനം ചെയ്തു. ആ സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു. The characteristics of this non-cooperation movement is that lawyers shall boycott courts, the public shall boycott foreign products, boycott elections,
റിട്ടേണിംഗ് ദ ബ്രിട്ടീഷ് അവാർഡ്സ് ആൻഡ് പ്രൈസസ്, ഡിനയൽ ഓഫ് ടാക്സസ്, സ്റ്റുഡൻസ് ഷാൽ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. നിസ്സഹകരണ പ്രസ്ഥാനം ഇത്തരത്തിൽ നടത്തുവാനാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ലോയേഴ്സിനോട് കോടതികൾ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്തു. വിദേശ വസ്ത്രങ്ങൾ, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാകരുതെന്നും തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ നൽകിയിട്ടുള്ള അവാർഡുകളും പ്രൈസസും അംഗീകാരങ്ങളും തിരിച്ചു നൽകുവാൻ വേണ്ടി ഇന്ത്യൻ ജനതയോട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. നികുതി കൊടുക്കാതിരിക്കുവാൻ വേണ്ടി ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു. സ്റ്റുഡൻസിനോട് ഇംഗ്ലീഷ് സ്കൂളുകൾ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് പൂർണ്ണമായും നിസ്സഹകരിക്കുന്ന ഒരു സമരരീതിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വച്ചത്. ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഈ സമരത്തോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി. ഫാമേഴ്സ് ഇൻ അവധ് റിഫ്യൂസ് ടു പേ ടാക്സസ്. രാജ്യത്തെ കർഷകർ സർക്കാരിന് നികുതി കൊടുക്കാൻ വിസമ്മതിച്ചു. ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ആന്ധ്ര entered the forest and collected the forest produces, violating the forest laws. Farmers in Uttar Pradesh refused to carry the luggage of the colonial officials. Workers struck work. Lawyers boycotted courts. Students quitted colleges and schools run by the British. The public, including women, burned foreign clothes on the streets. നിസ്സഹകരണ പ്രസ്ഥാനത്തോടൊപ്പം നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയ്ക്ക്, തുർക്കിയിലെ ഭരണാധികാരിയാണ് ഖലീഫ എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയാണ് ഖലീഫ. തുർക്കിയിലെ ഖലീഫയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അതിന്റെ ഭാഗമായി ഇന്ത്യയിലും മുസ്ലിങ്ങൾ സമരരംഗത്ത് വന്നു. ഈ കാലഘട്ടത്തിൽ ഗാന്ധിജി ഈ സമരക്കാരോടൊപ്പം ചേരുകയും ഖിലാഫത്ത് പ്രസ്ഥാനക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരരംഗത്ത് വന്നു. ഇന്ത്യയിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ നേതാക്കന്മാരായിരുന്നു. ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് മൂവ്മെന്റ് നടന്നപ്പോൾ ഗാന്ധിജി അവർക്ക് പിന്തുണ നൽകുകയും അവരെ കൂടി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്ട്രഗിൾ, സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇതുവഴി ഗാന്ധിജിക്ക് കഴിയുകയും ഉണ്ടായി. ഖിലാഫത്ത് നേതാക്കന്മാരോടൊപ്പം രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗാന്ധിജി സഞ്ചരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ്, ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം വളർത്തുന്നതിന് വേണ്ടിയും ഗാന്ധിജി ഈ ഖിലാഫത്ത് മൂവ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചതിലൂടെ കഴിയുകയുണ്ടായി. ഇങ്ങനെ ഈ സമരം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന, നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് മൂവ്മെന്റും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കുന്നതിന് ഗാന്ധിജി നിർബന്ധിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു പ്രദേശം, അവിടെ ഒരു സംഘം കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ ഒരു അതിക്രമം, അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി കർഷകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ച് ചെയ്യുകയും ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസ് സ്റ്റേഷന് തീയിടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി 22 പോലീസുകാർ അവിടെ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഗാന്ധിജിയെ വളരെയേറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം ഗാന്ധിജിയുടെ സമരരീതി എന്ന് പറയുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമരരീതിയായിരുന്നു. എന്നാൽ ഇവിടെ ഈ ആക്രമണം ഉണ്ടായപ്പോൾ അതിൽ വേദനിച്ച ഗാന്ധിജി തന്റെ സമരരീതികൾ ജനങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ ഫലമായിട്ട് ആ ചൗരി ചൗര സംഭവത്തോടു കൂടി 1922 ചൗരി ചൗര സംഭവത്തോടു കൂടി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നത് അവസാനിക്കുന്നത്.